ഇസ്ലാമിൽ ഭാര്യ വീട്ടിലെ സർവന്റെ അല്ല. മാ അക്രമഹ ഇല്ല കരീം വമാ ലാവമഹ ഇല്ല ലഈം. മാന്യനല്ലാതെ പെണ്ണിനെ മാനിക്കുകയില്ല, നീചനല്ലാതെ പെണ്ണിനെ നിന്ദിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ല? നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? മനസ്സിലാവണില്ലേ? പറ, മനസ്സിലാവണില്ലേ? മാന്യനല്ലാതെ പെണ്ണിനെ മാനിക്കുകയില്ല, നീചനല്ലാതെ പെണ്ണിനെ നിന്ദിക്കുകയുമില്ല. അപ്പോൾ ഒരു പെണ്ണിനെ ഒരാൾ മാന്യതയോട് പെരുമാറുക എന്നത് മിൻ അലാമത്തി കറമിഹി വശഖ്സിയതിഹി, അവന്റെ വ്യക്തിത്വത്തിന്റെ ഉദാഹരണമാണ്. അവൻ സമ്പൂർണനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ മാത്രമേ അവൻ ഭാര്യയെ മാനിക്കുകയുള്ളൂ. പെണ്ണും കൂടെ കേട്ടോട്ടെ, ഇതിന്റെ നേരെ കർത്തന്റെ ബാക്കിൽ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ. ഏതായാലും മനസ്സിലായില്ലേ? നിങ്ങൾ ചിന്തിക്ക്, ഇസ്ലാം പെണ്ണിന് നൽകിയൊരു പ്രാധാന്യം എത്ര വലുതാണെന്ന് ചിന്തിക്കുക. ഭാര്യമാരുണ്ട് മുഹമ്മദ് മുസ്തഫ. എന്നിട്ടും യുഫ്ലി സൗബഹു, തന്റെ വസ്ത്രം താൻ തന്നെ ശുദ്ധീകരിക്കും മുഹമ്മദ് മുസ്തഫ. തന്റെ ചെരുപ്പ് ഭാര്യമാരെ കൊണ്ട് തുടപ്പിക്കൂല, തന്റെ ചെരുപ്പ് താൻ തന്നെ നന്നാക്കും മുഹമ്മദ് മുസ്തഫ. വയഖുമ്മു ബൈതഹു, താൻ കിടന്നിരുന്ന മുറി താൻ തന്നെ അടിച്ചു വാരും മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമ്മൾ കാലോചിതമായി നമ്മൾ നശിച്ച് ഭാര്യയെ വീട്ടിലെ സെർവൻ്റാക്കി മാറ്റി. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു സംവിധാനമില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ആവോ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് നമ്മൾ നാശാക്കിയതാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ ചെയ്യുക? തൻ്റെ വസ്ത്രം താൻ തന്നെ ശുദ്ധീകരിക്കും, തൻ്റെ ചെരുപ്പ് താൻ തന്നെ വൃത്തിയാക്കും, ഭാര്യനെ കൊണ്ട് തൊടിക്കില്ല. പിന്നെയോ താൻ കിടന്നിരുന്ന മുറി താൻ തന്നെ അടിച്ചു വരും മുഹമ്മദ് മുസ്തഫ. താൻ വീട്ടിലുണ്ടെങ്കിൽ താൻ തന്നെ ആടിനെ കറക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. താൻ തന്നെ ആടിനെ കറക്കും. അത് മുസ്തഫ നബിയുടെ രീതിയാ. മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ താൻ തന്നെ ആടിനെ കറക്കും. ഇത് മുസ്തഫ നബിയുടെ രീതിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ ഹദീത്ത് പഠിച്ചിരുന്ന കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നത് എന്തായിരുന്നു എന്നറിയോ? ഇത് നമ്മുടെ സിസ്റ്റത്തിനനുസരിച്ച് വിശദീകരിക്കുക, മനസ്സിലാക്കുക. വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആടിനെ കറക്കുക എന്ന് ഹദീത്ത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് കാലമുണ്ടായിരുന്നത് വീട്ടിൽ അടുക്കളയിൽ പിന്നെ ചായ ഉണ്ടാക്കുന്ന പണിയോ മറ്റോ ആയിരിക്കാം ഭാര്യക്ക്, ആയിഷ ബീവിക്ക്, ഉദാഹരണം ആയിഷ ബീവിക്ക് അല്ലെങ്കിൽ ഹഫ്സ ബീവിക്ക്, അവർക്കൊക്കെ വീട്ടിൽ ചായ ഉണ്ടാക്കുന്ന തിരക്കായതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആടിനെ കറക്കേണ്ടി വന്നത് എന്നായിരുന്നു എൻ്റെ തലച്ചോറിൽ നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ പഠിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം രാവിലത്തെ പ്രാതൽ എന്തുമാത്രമാണ് പലപ്പോഴും പറ എന്ത്? ഈ പാല്, ചായ ഇല്ല, വേറൊന്നുമില്ല. എന്താ അവരെ പ്രാതൽ? അവരെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ? ഈ പാല്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് എന്ത് ചെയ്യും? ആടിനെ കറക്കും, എന്നിട്ട് കൊണ്ടുവരും. എന്നിട്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ അവരടുത്ത് വരും. എന്നിട്ട് പറയും ഇശ്റബി, നീ കുടിക്കുക പറയും. ഭാര്യക്ക് കൊടുക്കും. നബി തങ്ങൾ കുടിക്കുന്ന, അല്ല നീ കുടിക്കുന്ന പറയും. പാത്രം എടുത്ത് നേരെ തന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കും. ഭാര്യ റസൂലുള്ളാഹിയുടെ കയ്യിൽ നിന്ന് ഈ പാൽപാത്രം ഭാര്യ റസൂലുള്ളാഹിയുടെ കയ്യിൽ നിന്ന് വാങ്ങും. എന്നിട്ട് അവർ ആ ഭാര്യ പാലിങ്ങനെ കുടിക്കും. അത് റസൂൽ നോക്കി നിൽക്കും സല്ലല്ലാഹു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അത് പാല് കുടിച്ച് അപ്പം വായിന്നെടുത്താൽ പിന്നെ പറയും ഇശ്റബി, കുറച്ചുകൂടി കുടിച്ചോ. അവർ മതി വരുന്നത് വരെ പാല് കുടിക്കുന്നതിന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി നിൽക്കും. എനിക്ക് മതി നബി പാൽപാത്രം. അപ്പോൾ ഫനാവലത്തി ഇലാ റസൂലില്ലാഹി, ആ പാത്രം റസൂലുള്ളാഹി കൊടുക്കും. അതായത് ഭാര്യ കുടിച്ച പാൽപാത്രത്തിലെ പാലിൻ്റെ അവശിഷ്ടം ആർക്ക് കൊടുക്കും?
റസൂലുള്ളാഹ് കൊടുക്കും. റസൂലുള്ളാഹ് എന്ത് ചെയ്യും? ഫയുദീറുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മകാനിൻ വളഅത് സൗജതുഹു ഫമഹ ഫീഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ പാൽപാത്രം ഇങ്ങനെ കിട്ടിയാല് ഫതുയുദീറുഹു, അതിങ്ങനെ ഒന്നിങ്ങനെ ഇങ്ങനെ അതൊന്നിങ്ങനെ ഒന്നിങ്ങനെ ചുറ്റിക്കും. ഇലാ മകാനിൻ, ഒരു സ്ഥലം വരെ. വളഅത് സൗജതു, തന്റെ ഭാര്യ എവിടെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബിബി അടക്കമുള്ള മഹദി എവിടെയാണോ തന്റെ ചുണ്ട് വെച്ചത് അവിടെ എത്തുന്നത് വരെ റസൂലുള്ളാഹി ഇങ്ങനെ ഒന്നിങ്ങനെ പാൽപാത്രം ഒന്നിങ്ങനെ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മൗളിഇ ഫമി സൗജതിഹി, ഭാര്യ ചുണ്ട് വെച്ച അതേ സ്ഥലത്ത് ചുണ്ട് വെച്ച് കുടിക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്താ വേണ്ടത്? ഇതാണ് ഇസ്ലാമിലുള്ള സ്ത്രീകൾക്കുള്ള പ്രാധാന്യം, വല്ലാത്ത പ്രാധാന്യം. പക്ഷെ പിന്നെന്താ വിഷയം എന്ന് ചോദിച്ചാൽ, വെസ്റ്റേൺ സൊസൈറ്റി ചെയ്യുന്നത് പോലെ നിരുത്തരവാദികളായി പെണ്ണുങ്ങളെ കയറൂരി വിടാൻ ഇസ്ലാം തയ്യാറാവുകയില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. വെസ്റ്റേൺ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ 4 വേദഗ്രന്ഥങ്ങളും അവരുടെ കൈവശം ഇല്ല. 4 വേദഗ്രന്ഥവും ഒന്നിരിക്കൽ ഏഷ്യയിൽ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ, അവിടെയാണ് 4 വേദഗ്രന്ഥവും വന്നിട്ടുള്ളത്. ഖുർആനിൽ പറഞ്ഞ 25 നബിമാരിൽപ്പെട്ട ഒരു നബിയും യൂറോപ്പിൽ പോയിട്ടില്ല. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള 25 നബിമാരിൽ ഒരു പ്രവാചകൻ പോലും വെസ്റ്റേൺ യൂണിയനിൽ എവിടെയെങ്കിലും ഒരു പ്രദേശത്ത് പോയിട്ടില്ല. ഒരു നബിയും പോയിട്ടില്ല. നബി അല്ലാത്ത ഒരാളുണ്ട്, മഹാനായ ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു. വയസ്അലൂനക അൻ ദിൽഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ. ബിസി 2000 ആയിരിക്കാം അദ്ദേഹത്തിന്റെ ചരിത്രം എന്ന് അനുമാനിക്കുന്നു ചില ചരിത്രകാരന്മാർ. കാന മുആസിറ ഇബ്രാഹിം, കാന മുആസിറ ഇബ്രാഹിം, ഉറക്കപ്പറ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലക്കാരനാണ് മഹാനായ സയ്യിദുനാ ദുൽഖർനൈൻ അലൈഹിസ്സലാം റളിയല്ലാഹു എന്ന അഭിപ്രായമുണ്ട്. നബിയല്ല ദുൽഖർനൈൻ നബിയല്ല. കാന മലികൻ ആദിലൻ തവാഫൻ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ച ഒരു പ്രതിപാദനനായ രാജാവായിരുന്നു ആര്? ദുൽഖർനൈൻ. അദ്ദേഹം സെൻട്രൽ ഏഷ്യ കടന്ന് യൂറോപ്പിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങി. അതായത് അപ്പോഴാണ് സെൻട്രൽ ഏഷ്യക്കാരായ ചില ആളുകൾ വന്ന് അദ്ദേഹത്തോട് യൂറോപ്പിന്റെ കവാടത്തിൽ ഒരു മതിൽ കെട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ അദ്ദേഹം കരിങ്കടലിന്റെയും കാസ്പിയൻ കടലിന്റെയും ഇടയിൽ ഒരു മതിൽ കെട്ടിക്കൊടുത്തു, യൂറോപ്യരുടെ ശല്യം സെൻട്രൽ ഏഷ്യയിൽ വരാതിരിക്കാൻ. അദ്ദേഹം യൂറോപ്പിൽ കയറിയിട്ടില്ല, തിരിച്ചുപോയി. യൂറോപ്യന്മാർ എന്ന് പറഞ്ഞാൽ സയ്യിദുനാ നൂഹ്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രളയം കഴിഞ്ഞപ്പോൾ തന്റെ ഭാവി മാനവ ചരിത്രത്തിലെ ഭാവി നിർണയിച്ചത് പ്രധാനമായും 3 ആളുകളാണ്. ഒന്ന് സാമ്, ഒന്ന് ഹാമ്, ഒന്ന് യാഫത്ത്. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ആളുകളെല്ലാം ഈ 3 ആളുകളുടെ മക്കളാണെന്ന് മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണം കേട്ടാ. പ്രളയം കഴിഞ്ഞപ്പോൾ പിന്നെ ലോകം നിയന്ത്രിക്കുന്നത് 3 ആളാ. ഒന്ന് സാമ്, ഒന്ന് ഹാമ്, ഒന്ന് യാഫസ്. ഏഷ്യൻ രാജ്യങ്ങളിൽ കാണുന്ന വെളുത്ത മനുഷ്യർ എല്ലാം സാമിന്റെ മക്കളാണെന്ന് കരുതപ്പെടുന്നു. ആഫ്രിക്കയിലും ചില ഏഷ്യൻ രാജ്യങ്ങളിലും കാണുന്ന കറുത്ത മനുഷ്യർ ഹാമിന്റെ മക്കളായി കണക്കാക്കപ്പെടുന്നു. സാമ നബിയായിട്ടുണ്ട്. സാമ സംസാരിച്ച ഭാഷകളാണ് പിന്നീട് സെമിറ്റിക് ഭാഷകൾ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? മനസ്സിലാവണില്ലേ? യാഫസ് നേരെ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്തു. യാഫസ് മധ്യധരണിയായും കഴിഞ്ഞ് മെഡിറ്ററേനിയൻ സമുദ്രവും കടന്ന് നേരെ പടിഞ്ഞാറോട്ട് പോയി. അദ്ദേഹത്തിന് 2 മക്കളുണ്ടായി. ഒരാളുടെ പേര് യജൂജ്, ഒരാളുടെ പേര് മഅജൂജ്. അവരാണ് യൂറോപ്യർ. യജൂജിന് ഒരു മോനുണ്ടായി. അയാൾക്കൊരു ചെറിയ കണ്ണിന് മഞ്ഞപ്പുണ്ടായിരുന്നു. അയാൾക്കാണ് പിന്നീട് കൂടുതൽ മക്കൾ ഉണ്ടായത്. അതുകൊണ്ട് ബനുൽ അസ്ഫർ എന്നും അവർക്ക് പേരുണ്ട്. ബനുൽ അസ്ഫർ, മഞ്ഞക്കാർ.
അതായത് അവരുടെ ഉപ്പാക്ക് ഒരു ചെറിയ മഞ്ഞപ്പുണ്ടായിരുന്നു കണ്ണിന് മനസ്സിലായില്ലേ? ഇതാണ് ഇതിനെയാണ് പിന്നീട് ഉപയോഗിക്കുന്നത് ദുൽഖർനൈൻ. അതാണ് സത്യത്തിൽ ഇന്നത്തെ യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താ, അവർ മനുഷ്യർ സാധാരണ ചിന്തിക്കുന്നത് പോലെയല്ല ചിന്തിക്കുക. അവർക്ക് ഏത് കാര്യത്തിലും, ഞാൻ ഉദാഹരണം പറയാം, സമാവിയായ മതമാണ് സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിച്ചിട്ടുള്ള പരിശുദ്ധമായ ഇഞ്ചീൽ കൊണ്ടുവന്ന സന്ദേശം. അത് സമാവിയായ ആകാശത്ത് നിന്ന് അള്ളാഹു ഇറക്കി കൊടുത്ത വേദഗ്രന്ഥമാണ് എന്ത്? ഇഞ്ചീൽ. എന്നാൽ ഏഷ്യയിലും ആഫ്രിക്കയിലും ശുദ്ധമായ ഇഞ്ചീൽ നിലനിന്നപ്പോൾ അതിനെ കോൺസ്റ്റാന്റിയൻ ചക്രവർത്തി യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ അമ്മ ഹെലാനയുമാണ് കുരിശി എന്ന സിമ്പൽ ആദ്യമായി ക്രിസ്ത്യാനിറ്റിയിൽ ചേർക്കുന്നത്. അദ്ദേഹം യൂറോപ്യനാണ്. ആര്? കോൺസ്റ്റാന്റൈൻ. നിങ്ങൾ എന്റെ കൂടെ ഇല്ലാന്നാ എനിക്ക് തോന്നുന്നത്, മനസ്സിലാവണില്ലേ? ഞാനിതെന്തിനാ ഇങ്ങനെ? അതുകൊണ്ട് എന്തിനെ വികലമാക്കുന്ന ഒരു ശൈലിയാണ് യൂറോപ്യൻ ശൈലി. ഉദാഹരണം പറയാ, AD 1859 ചാൾസ് ഡാർവിൻ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലൂടെ മനുഷ്യർ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്നത്. AD 1859 ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലൂടെ ചാൾസ് ഡാർവിൻ പറഞ്ഞു മനുഷ്യനുണ്ടായത് കുരങ്ങിൽ നിന്നാണ്. അതിന് ഒരുപാട് സ്പീഷീസിനെ അയാൾ പരിശോധിച്ച് അവസാനം കണ്ടെത്തിയതാണ് അത്രേ എന്ത്? മനുഷ്യനുണ്ടായത് കുരങ്ങിൽ നിന്നാണ്. ഞാനിങ്ങനെ ആലോചിക്കും, എങ്ങനെ ഇയാൾ ഇത് പറഞ്ഞിട്ടുണ്ടാവുക? എന്തിനാണ് അയാൾ അങ്ങനെ പറഞ്ഞത്? ഞാൻ ആഫ്രിക്കയിലെ ചില പ്രദേശങ്ങളിലൊക്കെ പിന്നെ എന്താ പറയാ, ഈ സൈഡില് വലിയ കടിച്ച ആളുകളെ കണ്ടിട്ടുണ്ട്. ചില എന്താ പറയാ, ചില പ്രദേശം റുവാണ്ടക്കാര്, ഇങ്ങനെയൊക്കെയുള്ള ചില ആളുകളുണ്ട്. ഞാൻ ആലോചിക്കാറുണ്ട്, ഇവരെയൊന്നും ഡാർവിൻ കാണാത്തത് നന്നായി. ഇവരെ കണ്ടിരുന്നെങ്കിൽ ആനയിൽ നിന്നാണ് മനുഷ്യണ്ടായതെന്ന് പറയും. ഹജ്ജിനൊക്കെ പോയാൽ അങ്ങനത്തെ ആളുകളെ കാണാം. കണ്ടിട്ടില്ലേ നിങ്ങൾ എവിടുക്കും പോയിട്ടില്ലേ? വേറെ ഒന്ന് എവിടെയെങ്കിലും പോയിക്കൂടെ മനുഷ്യന്മാര്? ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ തടിച്ച കുറച്ച് ആളുകളെ കാണാം. റുവാണ്ടക്കാര്, ചില എത്യോപ്യക്കാര്, ഈ ഭാഗം ഇങ്ങനെ തടിച്ചവരാ. ഇതൊന്നുമല്ലാതെ മനുഷ്യർ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഏറ്റവും വലിയ മോഷ്ടാവായ ജീവിയാണ് കുരങ്ങ്. ഇത്ര സമർത്ഥമായി മോഷ്ടിക്കാൻ കഴിയുന്ന ഒരു ജീവി കുരങ്ങിനെ പോലെ ഉണ്ടാവില്ല. അതാണ് യൂറോപ്പിന്റെ ശൈലിയും. യൂറോപ്പ് എന്നും മോഷ്ടാക്കളാണ്. അതുകൊണ്ടാണ് അവർ കുരങ്ങിനെ കണ്ടത്. കുരങ്ങിനെ നിന്യ ജീവിയായിട്ടാ ഖുർആൻ പറഞ്ഞത്. അവരുടെ യൂറോപ്യന്മാരുടെ ഇന്നത്തെ പണി എന്താ? മോഷ്ടിക്കുക. എന്തിനാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത്? പാറയിഷ്ടന്മാര്. എന്തിനാ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത്? മോഷ്ടിക്കാൻ. മയൂര സിംഹാസനം വരെ അവരെ കടത്തിക്കൊണ്ടുപോയില്ലേ? എൻ്റെ നാട്ടിലേക്ക് നേരെ ഷൊർണൂരിൽ നിന്ന് ഒരു തീവണ്ടിപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഏറ്റവും നല്ല തേക്ക്, സ്വർണത്തിനെ പോലും വെല്ലുന്ന കളറുള്ള തേക്ക് പാറ നിലമ്പൂരിൻ്റെ തേക്കാണ്. അത് കണ്ടുപോകണം. എന്തിനാ അവർ വന്നത്? മോഷ്ടിക്കാൻ. എവിടെയാ വാസ്കോഡി ഗാമയുടെ ഖബർ? എവിടെയാ? ഇവിടെ പലരും വന്നിട്ടുണ്ട്. മാലിക് ദീനാർ വന്നിട്ടുണ്ട്. മാലിക് ദീനാറിന്റെ ഖബർ എവിടെയാ? കാസർഗോഡ്. തമീമുൽ അൻസാരി വന്നിട്ടുണ്ട്, മദീനക്കാരൻ. ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ് തമീമുദ്ദാരി അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ട്. ഖബർ എവിടെയാ? കേരളത്തിൽ തന്നെ. വാസ്കോഡി ഗാമ വന്നിട്ടുണ്ട്. പിന്നെ അൽബുക്കർക്ക് വന്നിട്ടുണ്ട്. എവിടുന്നാ വന്നത്? പോർച്ചുഗലിൽ നിന്നാ വന്നത്. എവിടെയാ അവരെ ഖബർ? എവിടെയാ വാസ്കോഡി ഗാമയുടെ ഖബർ? എവിടെയാ? നിങ്ങൾ എന്ത് നാടിനെ പറയിപ്പിക്കുമല്ലോ എൻ്റെ നാട്ടുകാരെ, എളമ്പള്ളൂർക്കാരെ. നിങ്ങൾ നാട്ടിനെ പറയിപ്പിക്കല്ലേ. നിങ്ങൾ പറയേ, വാസ്കോഡി ഗാമയുടെ ഖബർ എവിടെയാ? ലെസ്ബണില്. പോർച്ചുഗീസിന്റെ തലസ്ഥാനമാണ് ലെസ്ബൺ. ലെസ്ബണിലാണ് ആരുടെ ഖബർ?
വാസ്കോഡി ഗാമയുടെയും അൽബുക്കർക്കിന്റെയും സൈന്യാധിപൻ. എന്നാൽ മാലിക് ദിനാറിന്റെ ഖബർ എവിടെയാ? കേരളത്തില്. ഹബീബ് ബിൻ ദിനാറിന്റെ ഖബർ എവിടെയാ? കേരളത്തില്. തമീമുൽ അൻസാരിയുടെ ഖബർ എവിടെയാ? അതായത് ഇവിടെ വന്ന സ്വഹാബികൾ ഇവിടെ നിന്ന് മോഷ്ടിക്കാൻ വേണ്ടി വന്നതല്ല, പകരം ഈ മണ്ണിൽ താദാത്മ്യപ്പെട്ട് ഈ മണ്ണിന്റെ താളത്തിനനുസരിച്ച് നിന്ന് ഈ മണ്ണിനെ ധർമ്മം പഠിപ്പിച്ച് ഇവിടുന്ന് പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് കുടുംബമുണ്ടായി നല്ലവരായി ഈ മണ്ണിന്റെ താളനിബദ്ധമായ കലോചിതമായ ശൈലിയിൽ പരിശുദ്ധ ഇസ്ലാമിനെ പ്രചരിപ്പിച്ച് സന്തോഷമായി അള്ളാഹുവിലേക്ക് തിരിച്ചുപോയ മഹാന്മാരാണ് ബഹുമാനപ്പെട്ട മാലിക് ദിനാറും ഹബീബ് ദിനാറും ബഹുമാനപ്പെട്ട തമീമുൽ അൻസാരിയും റളിയല്ലാഹു അൻഹും. നേരെ മറിച്ച് വാസ്കോഡി ഗാമ വന്നത് സത്യത്തിൽ മോഷ്ടിക്കാൻ തന്നെയാണ്. അതുകൊണ്ടാണ് അയാൾ തിരിച്ചു പോയത്. ഇവർ തിരിച്ചു പോകാൻ വന്നതേ അല്ല. എന്നിട്ടും സാംസ്കാരിക കേരളം സ്മാരകമുണ്ടാക്കിയത് വാസ്കോഡി ഗാമക്കാണ്. സത്യത്തിൽ സ്മാരകമുണ്ടാക്കേണ്ടിയിരുന്നത് അവർക്കാണ്. കാരണം ഈ സംസ്കാരം ഈ നാട്ടിൽ നിലനിർത്തിയതും അതിനെ ഉദ്ദീപിപ്പിച്ചതും ഈ മഹാന്മാരാണ്. നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ യൂറോപ്പിന്റെ പൊതുശൈലി എന്താ? യൂറോപ്പ് എപ്പോഴും മാനുഷികമായി ചിന്തിക്കൂല. അവരുടെ സംസ്കാരം, അവരുടെ രീതി, ചില പ്രത്യക്ഷമായ ചില മാന്യതകളൊക്കെ അവർ കാണിക്കും. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ എന്തായിരിക്കും അവരുടെ താല്പര്യം? അവരുടെ രീതി സാംസ്കാരിക സമൂഹത്തിന്റെ രീതിക്ക് തികച്ചും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് അവർ സ്ത്രീകളെ ആ രൂപത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് വെസ്റ്റേൺ കൾച്ചറിൽ സ്ത്രീയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്. പെണ്ണ് മാന്യമായി വസ്ത്രം ധരിക്കില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അയാളുടെ ഭാര്യയെ നോക്കിയാൽ ഹിജാബ് ഉണ്ടാവുന്നത് അയാൾക്കാണ്. മനസ്സിലായില്ല? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അയാളുടെ ഭാര്യയെ നോക്കിയാൽ ഹിജാബ് ട്രംപിനാണ്. ട്രംപിന് ഇത് മുതൽ നേരെ കാല് വരെ ഹിജാബ് ഉണ്ട്, ഇവിടെ മുതൽ ഇവിടം വരെ ഷർട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ആ പഴം കഴിച്ചിട്ടുണ്ടായ ഒരു ചെറിയ പൊങ്ങലിന് അയാൾ ഇവിടെ ഒരു സാധനം ഇങ്ങനെ കെട്ടിയിട്ട് അത് മറച്ചിട്ടുമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഫൗജി ക്യാപ്പുണ്ട്, എല്ലാം ഉണ്ട്. കാലിൽ സോക്സ് ഇട്ട് കെട്ടിയിട്ടുണ്ട്, നല്ല ഉഷാറുണ്ട്. അയാളെ ഭാര്യയുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ തൊടയുടെ പകുതി വരെ ഉണ്ടാകും. അത് തന്നെ ബാക്ക് ഭാഗത്ത് ഒരു 2 വിരലിൻ്റെ ഉയരത്തിൽ പൊട്ടിച്ച് കളയും ബാക്കിൽ. പുറത്ത് പറയണ്ട. നിങ്ങളിവിടെ ഉണ്ടോ ആവോ? നിങ്ങൾ എനിക്ക് ഈ വിഷയം തന്നാൽ പിന്നെ ഞാൻ ഇതിനനുസരിച്ച് സംസാരിക്കണമല്ലോ എന്നതുകൊണ്ടാണ്. മനസ്സിലായില്ല? എനിക്ക് തന്ന വിഷയത്തിനോട് ഞാൻ താതാത്മ്യപ്പെടുകയാണ്. എനിക്കെന്ന വിഷയം ആധുനിക ലോകവും പരിശുദ്ധ ഇസ്ലാമും എന്നാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അത് എവിടുന്ന് കിട്ടി? അമേരിക്കക്കാരൻ അത് എവിടുന്ന കിട്ടിയത്? അവർ സ്കോട്ട്ലൻഡിൽ നിന്നും സ്പെയിനിൽ നിന്നും സ്കോട്ട്ലൻഡിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമെല്ലാം ക്രിസ്റ്റഫർ കൊളംബസിന് ശേഷം കുടിയേറി പാർത്തവരാണ് ഇന്നത്തെ അമേരിക്കക്കാർ. അതൊരു യൂറോപ്പിനെ പറിച്ചു നട്ടതാണ്. യൂറോപ്പിൻ്റെ സംസ്കാരം അങ്ങനെയാണ്. അതിന് സംസ്കാരം എന്ന് പറയില്ല. ആ രൂപത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകാൻ ഇസ്ലാം മാന്യമായി സമ്മതിക്കൂല. മാന്യമായി സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ ഇവിടെ ആ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നവർക്കെതിരെ ഇസ്ലാം യുദ്ധം ചെയ്യുമെന്നൊന്നുമല്ല. നമ്മുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച യുദ്ധവുമല്ല. ഇസ്ലാമിന്റെ യുദ്ധം വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ ولو شئنا لبعثنا في كل قرية نذيرا فلا تطع الكافرين وجاهدهم به جهادا كبيرا. നിങ്ങൾ വിജ്ഞാനം കൊണ്ട് സമരം ചെയ്യുക. അതാണ് ഏറ്റവും വലിയ സമരം. സമരം ചെയ്യേണ്ടത് വജാഹിദുഹും ബിഹി ഐ ബിൽ ഇൽമി ഔ ബിൽ ഖുർആൻ. അവിടെ 2 തഫ്സീറാ ഉള്ളത്. ഒന്നിരിക്കൽ ഖുർആൻ കൊണ്ട് യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ പൊതുവിജ്ഞാനം കൊണ്ട് യുദ്ധം ചെയ്യണം. എന്തിനെതിരെ? എല്ലാ തിന്മകൾക്കെതിരെയും. നിങ്ങൾ AK-47 കൊണ്ടല്ല യുദ്ധം ചെയ്യേണ്ടത്, പകരം വിജ്ഞാനം. പറ, എന്തുകൊണ്ട് വിജ്ഞാനം? എന്തുകൊണ്ട് യുദ്ധം ചെയ്യണം?
വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. ജിഹാദൻ കബീറാ, ഏറ്റവും വലിയ യുദ്ധം. ജിഹാദൻ കബീറ, ജിഹാദൻ കബീറ, ഏറ്റവും നല്ല യുദ്ധം, ഏറ്റവും വലിയ യുദ്ധം. ജിഹാദൻ കബീറ, ഏറ്റവും വലിയ യുദ്ധം. വിജ്ഞാനം കൊണ്ടുള്ള യുദ്ധം. മനസ്സിലാവണില്ലേ? ഏറ്റവും വലിയ യുദ്ധം വിജ്ഞാനം കൊണ്ടുള്ള യുദ്ധമാണ്. അതാണ് മുസ്ലിം ലോകം നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് അടക്കം. അപ്പൊ നിങ്ങളുടെ ഒരു നന്മയാണല്ലോ ഇത്ര വലിയൊരു ഒരു പള്ളി ഉണ്ടാക്കി, ഒരു 3-3.5 കോടി അല്ല അതിനപ്പുറം അള്ളാഹിൻ്റെ സഹായത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വലിയ പ്രതിഫലം നൽകട്ടെ. അത്ര വലിയ ഒരു പണം ചെലവഴിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് തങ്ങളെയോ മറ്റോ അങ്ങനെ വിളിച്ച് നിങ്ങൾക്കത് ഉദ്ഘാടനം നടത്തിയാൽ പോരാ. നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു നന്മയാണ്. അതോടനുബന്ധിച്ചൊരു 5-6 ദിവസം എന്ത് ചെയ്യണം? മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒരു ധർമ്മസമരത്തിന് നിങ്ങൾ തയ്യാറാവുക. ആ ധർമ്മസമരമാണ് എന്ന് വിജ്ഞാനം. وجاهدهم به جهادا كبيرا. കോൺസ്റ്റാന്റൈൻ ചക്രവർത്തിക്ക് ഇഞ്ചിയിൽ കിട്ടിയപ്പോൾ അതിൽ കൈകടത്തി. നേരത്തെ ജൂതന്മാർ അവരുടെ വേദഗ്രന്ഥത്തിൽ കൈകടത്തി. പിന്നെ അവർ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ചിന്നിച്ചിതറിപ്പോയി. അവർ പടച്ചതമ്പുരാനെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. 40 വർഷമാണ് അവർക്ക് തൗറാത്ത് പഠിപ്പിച്ചത് സയ്യിദ്ന മൂസ. വർക്കപ്പറ സയ്യിദ്ന മൂസ പറഞ്ഞതുപോലെ അവർ കേട്ടില്ല. അരിഹ പട്ടണത്തിലേക്ക് നിങ്ങൾ സുജൂദ് ചെയ്ത് പ്രവേശിച്ചാൽ നിങ്ങൾക്ക് പ്രോമിസ് ലാൻഡിൽ എത്താൻ കഴിയുമെന്ന് മൂസ പറഞ്ഞിരുന്നു അലൈഹിസ്സലാം. പക്ഷെ അവർ അരിഹ പട്ടണത്തിലേക്ക് പൃഷ്ഠം വെച്ച് കയറി. സുജൂദ് ചെയ്ത് പട്ടണത്തിൽ പ്രവേശിക്കൂ എന്ന് പറഞ്ഞു സയ്യിദ്ന മൂസ. ഞങ്ങൾക്കങ്ങനെ നെറ്റി സുജൂദിൽ വെച്ചൊന്നും കേറാൻ കഴിയില്ല മൂസയെ എന്ന് പറഞ്ഞവർ മൂസയോട് അലൈഹിസ്സലാം നന്ദി കേട് കാട്ടിയവരായിരുന്നു ജൂതന്മാർ. 30 കൊല്ലമാണ് പടച്ചതമ്പുരാൻ അവർക്ക് കട്ടിത്തേനും കാടപ്പക്ഷിയും നൽകിയിട്ട് അള്ളാഹു സ്വർഗീയ വിരുന്ന് നൽകിയത്. സ്വർഗത്തിന് വിരുന്ന് കൊണ്ട് വരിക. ഒരു ജനത്തിന് നേരം വെളുത്താൽ നല്ല തേന് കിട്ടും സ്വർഗത്തിൽ നിന്ന്. وأنزلنا عليكم المن والسلوى. എല്ലാ ദിവസവും കാടപ്പക്ഷി, എല്ലാ ദിവസവും കട്ടിത്തേൻ, നല്ല തേന്, നല്ല കാടപ്പക്ഷി. തേന് കഴിച്ചാല് ഷുഗർ ഉണ്ടാവൂല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കുവാണെങ്കിൽ തേന് കഴിച്ചുകൊണ്ട് മാത്രം ഷുഗർ ഉണ്ടാവുകയാണെങ്കിൽ ഷുഗർ ഉണ്ടാവേണ്ടത് ഇസ്രായേലിൽക്കാണ്. അവരെല്ലാ ദിവസവും കഴിച്ചു. എത്ര വർഷം? 30 വർഷം. നമ്മുടെ ജീവിത ശൈലികളിൽ വന്ന നാശമായിരിക്കാം ഷുഗർ കൂടാനുള്ള കാരണം. പിന്നെയുള്ളത് കാടപ്പക്ഷിയും. ഇറച്ചി എല്ലാ ദിവസവും തിന്നാൽ കൊളസ്ട്രോൾ ഉണ്ടാകുമെന്നായിരുന്നു എൻ്റെ പണ്ട് ഞാൻ മനസ്സിലാക്കിയത്. ഈ ആയത്ത് പഠിച്ചതിൽ പിന്നെ അതും തിരുത്തി. എന്തുകൊണ്ട്? 30 വർഷം കാടപ്പക്ഷി കഴിച്ചു. ആര്? ഇസ്രായേലിയർ. സയ്യിദ്ന മൂസ ഉസ്താദ് അലൈഹിസ്സലാം 30 വർഷം കട്ടിത്തേനോ കാടപ്പക്ഷിയും. സ്വർഗത്തിൽ നിന്ന് ഒരു പണിക്കും പോവേണ്ട, തൗറാത്ത് പഠിച്ചാൽ മതി. എന്നിട്ടും അവർ പഠിച്ചില്ല. അവസാനം അരീഹ പട്ടണത്തിലേക്ക് സുജൂദ് ചെയ്ത് ചേരാൻ പറഞ്ഞു മൂസ നബിയുടെ അനുയായികളോട്. മൂസ നബി അപ്പോൾ പറഞ്ഞു, നെറ്റിത്തടം മണ്ണിൽ വെച്ചൊന്നും കേറാൻ ഞങ്ങൾ തയ്യാറില്ല മൂസ. പൃഷ്ഠം വെച്ച് കയറി അവരിൽ നേതാക്കന്മാർ. അപ്പോൾ അവരെ ഓടിച്ചു വിട്ടു സയ്യിദുനാ മൂസ. അവരോട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ശപിക്കപ്പെട്ടവരായി സിനായ് മരുഭൂമിയിൽ 40 വർഷം അലഞ്ഞോളൂ. അതിനിടയിൽ മൂസ മരിച്ചു അലൈഹിസ്സലാം. സയ്യിദുനാ മൂസ, ഉറക്കപ്പറ സയ്യിദുനാ മൂസ. ലോകത്ത് ഇന്ന് ഇസ്രായേൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ജൂതന്മാർ പറയുന്നു. അവർക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ അവരുടെ പ്രവാചകനല്ലേ അവരെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്? അവരുടെ പ്രവാചകൻ അതിൻ്റെ കവാടമായ അരീഹ പട്ടണത്തിൽ നിന്ന് അവരെ ഓടിച്ചു വിട്ടു. കാരണം അവർ ആ പ്രോമിസ് ലാൻഡിൽ കയറാൻ യോഗ്യരല്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ ഹിജറ 8-ാം വർഷം മുസ്ലിമീങ്ങളെ മക്കയിൽ പ്രവേശിപ്പിച്ചു. മക്കയെ ശുദ്ധീകരിച്ചു. ഇനി ഒരാൾക്കും മക്ക അന്ത്യനാൾ വരെ കിട്ടുകയില്ല. മക്ക മുസ്ലിമീങ്ങളുടേതാണെന്ന് പ്രഖ്യാപിച്ചു മുഹമ്മദ് മുസ്തഫ. ജെറൂസലേം ജൂതന്മാർക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ ആ മണ്ണിലേക്ക് അവരെ കയറ്റേണ്ടത് മൂസാ നബി തന്നെയാണ്. കയറ്റിയില്ല.
എന്തിന്? നന്ദി ചെയ്തില്ല അവര്. ഒരു സുജൂദ് ചെയ്ത് അല്ലാഹുവിന് ഒരു സുജൂദ് ചെയ്ത് ഹരിഹ പട്ടണത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞു സയ്യിദുനാ മൂസ. അതും അവർ ചെയ്തു. അവരെ ശപിച്ചു. പിന്നെ അവർ യതീഹൂന ഫിൽ അർളി, അവർ സിനായ് മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു 40 വർഷം. അതിനിടയിൽ മൂസ മരണപ്പെട്ടു. സയ്യിദുനാ മൂസ, ഉറക്കപ്പറ സയ്യിദുനാ മൂസ. ഭൂമി കണ്ടിട്ടുള്ള 3ാമത്തെ മഹാനാണ് ജൂതന്മാർക്ക് റസൂലായി വന്ന സയ്യിദുനാ മൂസ. എന്നിട്ട് അദ്ദേഹം അവരെ വെറുത്തു. സയ്യിദുനാ മൂസ അവരുള്ള മണ്ണിൽ പോലും എന്നെ കിടത്തരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുഖദ്ദസിലേക്ക് മഹാനായ സയ്യിദുനാ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോൾ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായീലിനോട് പറഞ്ഞു, എന്നെ നിങ്ങൾ വാഗ്ദത്ത ഭൂമിയിൽ എത്തിക്കണം, അവിടുന്ന് റൂഹിനെ പിടിക്കാവൂ. അങ്ങനെ പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തേക്ക് മഹാനായ സയ്യിദുനാ ഇസ്രായീലിനാൽ കൊണ്ടുപോകപ്പെട്ടു സയ്യിദുനാ മൂസ. അവിടെ വെച്ച റൂഹിനെ പിടിച്ച് അവിടുന്ന് വഫാത്തായത് സയ്യിദുനാ മൂസ. എന്നാലോ ജീവിതകാലത്ത് ഒരിക്കലും ആ നാട്ടിൽ പ്രവേശിക്കാൻ, ജൂതന്മാരെ പ്രവേശിക്കാൻ മൂസ നബി പോലും മൂസ നബി അവരെ സമ്മതിച്ചില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു ജനതയാണ് അവർ. ആ ജനത പിന്നെ എന്ത് ചെയ്ത്? അവര് തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തെ നശിപ്പിച്ചു. യൂറോപ്യന്മാർ ഇൻജീലിനെയും നശിപ്പിച്ചു. ശുദ്ധരായ ക്രിസ്ത്യാനികൾ എന്ന് ഞാൻ പറയുന്നില്ല, ശുദ്ധരായ ക്രിസ്ത്യാനികളായിരുന്നു മഹാനായ സയ്യിദുനാ മത്ത റളിയല്ലാഹു അൻഹു, മത്തായി, മഹാനായ സയ്യിദുനാ ഈസ, ഉറക്കപ്പറ സയ്യിദുനാ ഈസ, പത്രോസ് റളിയല്ലാഹു അൻഹു അവ്വലു തലാമീദി ഈസ. ഈസായുടെ ആദ്യത്തെ ശിഷ്യനാണ് പത്രോസ് റളിയല്ലാഹു അൻഹു. അറബിയിൽ ബുത്റൂസ് എന്ന് പറയും, മലയാളത്തിൽ പത്രോസ് എന്ന് പറയും. പത്രോസിന് റളിയല്ലാഹു എന്ന് പറയും, ബേജാറാവൊന്നും വേണ്ട, മനസ്സിലായില്ല. പത്രോസ് വലിയ മഹാനാണ് റളിയല്ലാഹു അൻഹു. അവ്വലു തലാമീദി ഈസ, ഈസായുടെ ആദ്യത്തെ ശിഷ്യനാണ് ആര്? പാറാടോ കുട്ടി, ആര്? സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദ്യത്തെ തിൽമീദാണ് മഹാനായ പത്രോസ് റളിയല്ലാഹു അൻഹു. എന്താ നിങ്ങൾക്കൊരു മടി? പറ. മഹാനായ പത്രോസ് അവർ മോമിനാണ്, അവർ മോമിനീങ്ങളാണ്, അവർ മോമിനാണ്. പത്രോസ് മോമിനാണ്, മത്ത മോമിനാണ്. ഒരു പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം അസ്ഹാബുൽ കഹ്ഫിന്റെ ഉസ്താദാണ് ആര്? മത്തായിയുടെ ശിഷ്യന്മാരാണ് അസ്ഹാബുൽ കഹ്ഫ് എന്ന് റൂഹുൽ ബയാനിൽ ഇസ്മാഉൽ ഹഖ് ബറൂസവി റളിയല്ലാഹു അൻഹു തഫ്സീർ റൂഹുൽ ബയാനിൽ വിശദീകരിക്കുന്നുണ്ട്. ഒന്നും എൻ്റെ വകയല്ല, അവിടെയൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിനെ അപ്പോൾ അടിസ്ഥാന ക്രിസ്ത്യാനികൾക്ക് ഒരിക്കലും പേച്ചിട്ടില്ല. പക്ഷെ യൂറോപ്യന്മാരെ ഫോളോ ചെയ്തു. അപ്പോൾ വേദഗ്രന്ഥം നാമാവശേഷമായി. ഇപ്പോൾ യൂറോപ്യൻ സംസ്കാരത്തെ പിന്തുടരണമെന്നാണ് നമ്മുടെ നാട്ടിലെ ചില മോഡേണിസ്റ്റുകൾ പറയുന്നത്. അങ്ങനെ വന്നാലോ യൂറോപ്യൻ ചിന്താധാര നമ്മളിലേക്ക് കയറി വരും. അപ്പോൾ വിലയുള്ളത് വിലയില്ലാത്തവരായി മാറും. ഏറ്റവും വിലയുള്ളതാണ് ആര്? പെണ്ണ്. പെണ്ണിന് വലിയ വിലയാ, പെണ്ണ് വലിയ വിലയാ. സ്വർഗത്തിൽ പോലും ചെപ്പിൽ അടക്കപ്പെട്ട രത്നങ്ങളെ പോലെയുള്ള സഹോദരിമാർന്ന അള്ളാഹു അവരുടെ ഷറഫും ഇസ്സത്തും ജമാലിയത്തും അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ, അള്ളാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്നോ. അങ്ങനെയല്ലേ പറഞ്ഞത്? വഹൂറുൻ ഐൻ വഹൂറുൻ ഐൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ ചെപ്പിൽ അടക്കപ്പെട്ട രത്നങ്ങളെ പോലെ. അങ്ങനെയാണ്. ഇത് നിങ്ങൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഗ്ലാസ്സാണ് അല്ലേ? ഒന്ന് പറയ്. ഇത് നിങ്ങൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഗ്ലാസ്സാണ് അല്ലേ? ഒന്ന് പറയും. ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയല്ല. ഇത് അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്നൊരു ഗ്ലാസ് അല്ലേ? അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന ഗ്ലാസ്സാണ്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഈ ഗ്ലാസ് ഇവിടുന്ന് കൊണ്ടുപോകാൻ മറന്നു എന്ന് സങ്കല്പിക്ക്. സെക്രട്ടറി പോയി, പ്രസിഡന്റ് അവരും പോയി, ഉസ്താദുമാർ പോയി, പ്രഭാഷകൻ പോയി, നിങ്ങളും പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രസിഡന്റിന് ഇങ്ങനെ മനസ്സിൽ വന്നു, അല്ലാഹുവേ ഉസ്താദിനെ വെള്ളം കൊടുത്തിരുന്ന ഗ്ലാസ് അങ്ങനെ തന്നെ സ്റ്റേജ് കിടക്കണമല്ലോ, അത് എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അദ്ദേഹം ഇങ്ങനെ വിചാരിക്കും, അത് സാരമില്ല, രാവിലെ സുബഹിക്ക് എന്നാലും അത് അവിടെ തന്നെ ഉണ്ടാവും.
രാവിലെ എടുക്കാം. അങ്ങനെ തന്നെ അല്ലേ? നേരെ മറിച്ച് ഇവിടെ ഈ വാമ്പ് പ്രമാണിച്ച് ഒരു 5 പവൻ സ്വർണ്ണമാല ഒരു പെണ്ണ് ദാനമായി മജ്‌ലിസിലേക്ക് തന്നിരുന്നു എന്ന് സങ്കല്പിക്കുക. 5 പവന്റെ സ്വർണ്ണമാല, അതിൻ്റെ പൊലിമയും പറഞ്ഞ് ആ പെണ്ണിൻ്റെ മഹത്വം പറഞ്ഞ് ഉസ്താദ് ഇങ്ങനെ വലിയ വായിൽ പ്രസംഗിച്ച് വളരെ ഉഷാറായി സ്വലാത്ത് ചൊല്ലി അവരെ മഹത്വമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് അതവിടെ വെച്ച് പിന്നെ നമ്മൾ ദുആ ചെയ്ത് സ്വലാത്തും ചൊല്ലിപ്പോയി. എല്ലാവരും പോയി. രാത്രി 2 മണി അല്ലെങ്കിൽ 3 മണിക്ക് പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് പ്രസിഡന്റിന് തോന്നി, പഠിച്ച തമ്പുരാനെ പറ, ആ മാല അവിടെ സ്റ്റേജിൽ ബാക്കിയായി പോയല്ലോ, അത് എടുക്കാൻ മറന്നല്ലോ. ഉടനെ സെക്രട്ടറിക്ക് വിളിച്ച്, അല്ല ആ മാലയുടെ കാര്യം. അപ്പോൾ സെക്രട്ടറി പറഞ്ഞ്, ഞാൻ നിങ്ങളെടുത്തു എന്നല്ലേ വിചാരിച്ച്, ഞാൻ എങ്ങനെ എടുക്കുക, ഞാൻ ഉസ്താദിൻ്റെ കൂടെ ഇറങ്ങിപ്പോയില്ലേ. അല്ലോ, അപ്പം എന്നാ ഉസ്താദിനെ വിളിച്ച്, ഉസ്താദ് ആ സ്വർണ്ണത്തിന് മാല ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങൾ കമ്മിറ്റിക്കാരല്ലേ എടുക്കണ്ട, എനിക്കത് മാല എടുക്കേണ്ട പണിയുണ്ട. പിന്നെ ഓരോരുത്തരും ഓടും സ്റ്റേജിലേക്ക്. എന്തുകൊണ്ട് പറ, എന്തുകൊണ്ട്? അതിന് വിലയുണ്ട്. അത് കൊണ്ടുപോകുമ്പോൾ 2-ൽ 3-ൽ ഒരാളെ സെൽഫിലേക്ക് ഇത് കൊടുത്തയക്കുമ്പോൾ ബാക്കിയുള്ളവർ പറയും, ശ്രദ്ധിക്കണേ, ഇന്നത്തെ കാലാണ്, ഗൾഫിൽ പോയി മാന്യം സംഭവിച്ചു പോയി. പണ്ടൊക്കെ ആണെങ്കിൽ ഒരാൾ 5 പവൻ്റെ മാല ഇവിടെ കിട്ടിയത് പോയാൽ പോലും ഒരു ഗൾഫുകാരനോട് വിളിച്ച് പറഞ്ഞാൽ, വയറിനിടയിൽ കിട്ടിയ മാല പോയടോ, ഈ ഒരു 5 പവൻ്റെ മാല അങ്ങോട്ട് അയക്കെന്ന് പറഞ്ഞാൽ അയക്കാൻ കഴിയുന്നവർ മുഴുവനും അന്ന് ഗൾഫിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അയക്കേണ്ട ഗതികൾ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഉസ്താദിനോടാണെങ്കിലും സെക്രട്ടറി പ്രസിഡന്റിനോടാണെങ്കിലും പറയും, എന്ത് അങ്ങനെ സൂക്ഷിക്കണേ, അത് നല്ലപോലെ പാത്തുവെക്കണേ, നല്ലപോലെ ശ്രദ്ധിക്കണേ. അവർ ഏറ്റവും നല്ല ഖജാനയിൽ, ഏറ്റവും നല്ല പെട്ടിയിൽ, ഏറ്റവും മനോഹരമായ വർണ്ണക്കടലാസൊക്കെ ചുറ്റി ഭംഗിയായി അതൊരു ചെപ്പിലിട്ടടച്ച് ഏറ്റവും ഭദ്രമായ സ്ഥലത്ത് കൊണ്ടുപോയിട്ട്. എന്തുകൊണ്ട്? അതിന് വിലയുണ്ട്. ഇസ്ലാമിൽ പെണ്ണിന് വലിയ വിലയുണ്ട്. ഇസ്ലാം അതിന് വലിയ വില കൽപ്പിച്ചിരിക്കുന്നു. കുനൂ ഖിറദതൻ ഖാസീൻ, നിങ്ങൾ നിന്യരായ കുരങ്ങുകളെ പോലെയാകൂ എന്ന് ഖുർആൻ പറഞ്ഞ അതേ ശൈലിക്ക് വിരുദ്ധമായിട്ടാണ് ചാൾസ് ഡാർവിൻ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഡാർവിൻ്റെ സംസ്കാരത്തിലും ശൈലിയിലും ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ സത്യത്തിൽ പെണ്ണിനെ അവളുടെ വേഷം, അവളുടെ ശൈലിയെ നിസ്സാരപ്പെടുത്തി കാണാൻ കഴിയുള്ളൂ. ഇസ്ലാമിന് കഴിയില്ല. നാം ചിന്തിക്കണം. ഇസ്ലാം അങ്ങനെ ചിന്തിക്കൂല, ഒരു മുസ്ലിം അങ്ങനെ ചിന്തിക്കുകയില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഏത് കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും, അത് സ്ത്രീയുടെ കാര്യമായാലും അത് മറ്റെന്ത് കാര്യമായാലും, ഇസ്ലാം പ്രകൃതിയുടെ കൂടെ നിലനിന്നതായി ആ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ എവിടെ, അതിൻ്റെ തത്വങ്ങൾ, അതിൻ്റെ പ്രമാണങ്ങൾ എവിടെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇതിന് നേരെ വിരുദ്ധരായ ആളുകൾ എന്തു ചെയ്യും? ലോകത്തെ വസായിൽ മുഴുവനും, ആ മാധ്യമങ്ങൾ മുഴുവനും ഇന്ന് അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. മുസ്ലിം സമുദായം ലോകത്തിന്റെ നെറുകയിലേക്ക് വന്നു. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് താബിഈങ്ങൾ നേരെ വന്നു സ്പെയിനിലേക്ക്. മാനവ ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിപ്ലവമാണ് ബഹുമാനപ്പെട്ട ത്വാരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു സ്പെയിനിൽ നടത്തിയിട്ടുള്ളത്. സ്പെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖത്തിന് പോലും മഹാനായ ത്വാരിഖ് ഇബ്നു സിയാദിന്റെ നാമമാണ്. യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം ജിബ്രാൾട്ടറാണ്. സ്പെയിനിൽ യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമാണ് ജിബ്രാൾട്ടർ. ഈ ജിബ്രാൾട്ടർ എന്ന നാമം പോലും എവിടെ നിന്നാ വന്നത്? മഹാനായ പ്രഗൽഭനായ ത്വാരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലായിരിക്കണം ത്വാരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു സ്പെയിനിൽ വന്നിട്ടുള്ളത് എന്ന് ചരിത്രം കണക്കാക്കുന്നു. ത്വാരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു നേരെ സ്പെയിനിൽ വന്ന് കപ്പലിറങ്ങി. ഒരു കടലിടുക്കിൽ, ഒരു പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കടലിടുക്കിൽ കപ്പലിറങ്ങി. പിന്നീട് മുസ്ലിമീങ്ങൾ 800 കൊല്ലം സ്പെയിൻ ഭരിച്ചിട്ടുള്ളത്. ആദ്യമായി
ആദ്യമായി കപ്പലിറങ്ങിയ മുസ്ലിമിനെ അനുസ്മരിച്ചുകൊണ്ട് യൂറോപ്യന്മാർ പിന്നീട് എന്തു ചെയ്തു? ആ പർവ്വതത്തിനും ആ തുറമുഖത്തിനും ജബൽ ത്വാരിഖ് എന്ന് പേരിട്ടു. ആ ജബൽ ത്വാരിഖ് എന്ന വാക്ക്, അതായത് ത്വാരിഖ് ഇബ്നു സിയാദിന്റെ പേരിലുള്ള പർവ്വതം, അതാണ് യൂറോപ്പിലെ പ്രധാനപ്പെട്ട തുറമുഖവും സ്പെയിനിലെ. ആ ജബൽ ത്വാരിഖ് എന്ന വാക്ക് പിന്നെ കാലത്തിൽ യോജിച്ചത് ലോപിച്ച് വന്നതാണ് എന്ത്? ജിബ്രാൾട്ടർ. മനസ്സിലായില്ല? ജബൽ ത്വാരിഖാണ് മഹാനായ ത്വാരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിന്റെ നാമധേയത്തിൽ ഖുർആന്റെ സന്ദേശം മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തും യൂറോപ്പിലേക്ക് കൊണ്ടുപോയ ആളാണ് ബഹുമാനപ്പെട്ട ത്വാരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്, 800 കൊല്ലമാണ് മുസ്ലിമീങ്ങൾ സ്പെയിൻ ഭരിച്ചിട്ടുള്ളത്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? ഈ കാലഘട്ടത്തിൽ യൂറോപ്പിൽ എമ്പാടും വിജ്ഞാന ശാഖകൾ, ഇസ്ലാമിൻ്റെ ധാരാളം വിജ്ഞാനങ്ങളെ പഠിപ്പിക്കാൻ മഹാന്മാരായ താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ അടക്കമുള്ള മഹാന്മാർ തയ്യാറായി. യൂറോപ്പിലേക്ക് ചേർന്ന് നിൽക്കപ്പെടുന്ന ഒരു ഏരിയയാണ് സത്യത്തിൽ സെൻട്രൽ ഏഷ്യ. സെൻട്രൽ ഏഷ്യയിലാണ് ബുഖാറ, സമർക്കന്ത്. ഞാൻ ഈ കഴിഞ്ഞ മാസം ബുഖാറയിൽ പോയിരുന്നു. മഹാനായ ഇമാം ബുഖാരി, പഴയ USSRന്റെ ഭാഗമാണ് അതെല്ലാം. അവിടെ എല്ലാം വിജ്ഞാനത്തിന്റെ വെളിച്ചമെത്തിച്ചു ബഹുമാനപ്പെട്ട താബിഈങ്ങളും തബഉ താബിഈങ്ങളും അതങ്ങോട്ട് വളർന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? പിന്നീട് അവർക്കെമ്പാടും വിജ്ഞാനം ഉണ്ടായി. ഈ ലോകത്തെ വിജ്ഞാനം, ലോകത്തെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം ഉലഗ്ബേഗ് വാന നിരീക്ഷണ കേന്ദ്രമാണ്. അത് ബുഖാറയിലാണ്. മഹാനായ മുഹമ്മദ് സാലിഹ് ഉലഗ്ബേഗ് എന്ന രാജാവാണ് തൈമൂറിന്റെ പേരക്കുട്ടി. മനസ്സിലായില്ല? ലോകത്തെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം ഉണ്ടായത് അമേരിക്കയിലല്ല, ജനീവയിലല്ല. ചിന്തിക്കണം, ഇന്ന് അവരാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നതെങ്കിലും ലോകത്തെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം ഉണ്ടായത് മുഹമ്മദ് സാലിഹ് ഉലഗ്ബേഗ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അതായത് ലോകം ഭരിച്ച മഹാചക്രവർത്തിയായ തൈമൂർ രാജാവിന്റെ പേരക്കുട്ടി. മുഹമ്മദ് തൈമൂർ, അദ്ദേഹത്തിന്റെ മകൻ സുൽത്താന്റെ മകനാണ് മുഹമ്മദ് സാലിഹ് ഉലഗ്ബേഗ്. അദ്ദേഹം വലിയ നല്ല മനുഷ്യനായിരുന്നു. ചൈനക്കാരുമായുള്ള യുദ്ധത്തിൽ അദ്ദേഹം 49ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. നല്ല മനുഷ്യനായിരുന്നു മുഹമ്മദ് സാലിഹ് ഉലഗ്ബേഗ്. അദ്ദേഹമാണ് ലോക ചരിത്രത്തിലെ ആദ്യത്തെ വാന നിരീക്ഷണ ശാല ഉണ്ടാക്കിയത്. യൂറോപ്യന്മാരല്ല, മുസ്ലിം. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലായില്ലേ? ലോകത്തെ എല്ലാ ശാസ്ത്രശാഖകളും അവരാണ് അടിസ്ഥാനം കുറിച്ചത്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നാൽ മുസ്ലിമീങ്ങൾക്കിടയിൽ സുഖലോലുപത വർദ്ധിച്ചു. രാജാക്കന്മാരിൽ കിടമത്സരം അധികരിച്ചു. അങ്ങനെ മുസ്ലിം സമുദായം ക്ഷയിച്ചു, നാമാവശേഷമായി. വിജ്ഞാനങ്ങളെല്ലാം യൂറോപ്യന്മാർ കൈവശപ്പെടുത്തി. അതാണ് പിന്നീട് ഇന്ന് യൂറോപ്പിന്റെ കാണുന്ന വികാസങ്ങളുടെ മുഴുവനും അടിസ്ഥാനം ബഹുമാനപ്പെട്ട സ്വഹാബത്ത് താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ വന്നിട്ടുള്ള വിജ്ഞാനത്തിന്റെ പ്രസരണമാണ് എന്ന് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണം പറയാം, MBBS പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിക്ക്, ആരാണ് മെഡിക്കൽ സയൻസിന്റെ പിതാവ്? ആ വിദ്യാർത്ഥി ബോധമുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ MBBS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ചോദിക്ക്, ആരാണ് മെഡിക്കൽ സയൻസിന്റെ പിതാവ്? കുട്ടി പറയും അവിസന്നയാണ്. ആരാണ് അവിസന്ന? ഇബ്നു സീന റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു സീന റളിയല്ലാഹു അൻഹു ആണ് ആര്? അവിസന്ന. അദ്ദേഹമാണ് മെഡിക്കൽ സയൻസിന്റെ പിതാവ്. നിങ്ങൾ ചിന്തിക്കണം. ഇങ്ങനെ ലോകത്തെ വിജ്ഞാന ശാഖകൾ മുഴുവൻ മുസ്ലിമീങ്ങൾ നൽകി. പക്ഷെ പിന്നീട് മുസ്ലിമീങ്ങൾ ക്ഷയിച്ചു. രാജാക്കന്മാർക്കിട മത്സരത്തിൽ ഏർപ്പെട്ടു. ജനങ്ങൾ സുഖലോലുപന്മാരായി. AD 15ാം നൂറ്റാണ്ടിൽ എന്നേക്കുമായി സ്പെയിൻ മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സുഖലോലുബയിൽ വ്യാപരിച്ച് അടിസ്ഥാനം തകർന്നു പോകുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളെ ചിന്തിക്കണം, എന്താ ലോകത്തിന് പറ്റിയത്? ലോകത്തിന് 2 നട്ടമുണ്ടായി. ശാസ്ത്രവിജ്ഞാനങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങൾ പിന്തിരിഞ്ഞപ്പോൾ എന്തുണ്ടായി? ലോകത്തിന് 2 നട്ടമുണ്ടായി. ഒന്ന്, ശാസ്ത്രവിജ്ഞാനത്തിൽ ദൈവീകത പാലിച്ചാലിച്ചായിരുന്നു മുസ്ലിമീങ്ങൾ ലോകത്ത് പഠിപ്പിച്ചുകൊണ്ടേയിരുന്നത്. ഏത് ശാസ്ത്രത്തിലും ഏത് ശാസ്ത്ര വിഷയങ്ങളിലും
അല്ലാഹു ജല്ല ജലാലായ പടച്ചതമ്പുരാന്റെ വലിപ്പം പറയാത്ത ഒരു ശാസ്ത്രശാഖയും മുസ്ലിമീങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. മുസ്ലിമീങ്ങൾക്ക് ശാസ്ത്രം നഷ്ടപ്പെട്ടപ്പോൾ ശാസ്ത്രത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടു, അത് ദൈവിക വിരുദ്ധമാക്കി. ഉദാഹരണം ഏത് പറയാ? ഇസ്ലാമിന്റെ ശാസ്ത്രത്തിന് ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിൽ ചലിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷെ ഒരായത്ത് പൂർത്തിയായില്ല. ആയത്ത് പകുതിയായപ്പോഴത്തിന് പടച്ചതമ്പുരാന്റെ വൽപ്പത്തരം പറഞ്ഞു, ذَلِكَ تَقْدِيرُ الْعَزِيزِ الْعَلِيمِ. സൂര്യൻ ചലിക്കുന്നതും അതിനൊരു ഭ്രമണപഥം നിശ്ചയിച്ചിട്ടുള്ളതും മഹാപ്രതാപിയായ മഹാജ്ഞാനിയായ പടച്ചതമ്പുരാനെ കണക്കാക്കലാണ്. അപ്പോൾ ആസ്ട്രോണമിയിൽ ഇസ്ലാം രണ്ട് കാര്യം പഠിപ്പിച്ചു. ഒന്ന് ആസ്ട്രോണമി, രണ്ട് അതിൻ്റെ ബേസായ പടച്ചോനെ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല എന്നാ തോന്നണം. ഞാൻ അവസാനിപ്പിക്കും. ഞങ്ങൾക്ക് വേണ്ടിയേ പറയൂ. അങ്ങനെ ഓക്കാനിക്കുന്ന പണിയൊന്നും എനിക്കില്ല. ഞാനിപ്പോൾ അവസാനിപ്പിക്കും. നേരം വൈകിട്ടുണ്ടാ? ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കും. നീട്ടിയൊന്നും പറയൂല, നീട്ടി പറയുകയില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. യൂറോപ്പിന് എന്താ സംഭവിച്ചെന്നാൽ ഇന്ന് യൂറോപ്പിൽ നിന്ന് ശാസ്ത്രം വരുന്നുണ്ട്, പക്ഷേ പാർശ്വവൽക്കരിക്കപ്പെട്ട ശാസ്ത്രമാണ്. എന്താ പാർശ്വം? ഉദാഹരണം പറയാം. ഇത് ഞാൻ കയ്യിലെടുത്താൽ ഉടനെ അൽഹംദുലില്ലാ എന്ന് പറയണം. എന്തിനാ അൽഹംദുലില്ലാ എന്ന് പറയേണ്ടത്? ഈ കണ്ടന്റുകളെല്ലാം ആരുടേതാണ്? പറ. അള്ളാഹുവിൻ്റെതാണ്. അവനെ സ്തുതിക്കാതെ ഇത് കയ്യിലെടുക്കാൻ അധികാരമില്ല. ഒന്ന്. രണ്ട്, ഇത് ഈ രൂപത്തിൽ അത് രൂപീകരിച്ച് സംവിധാനിക്കാനുള്ള കരുത്ത് മസ്തിഷ്കത്തിന് നൽകിയത് അള്ളാഹുവാണ്. അപ്പോൾ അടിസ്ഥാനപരമായി നന്ദി പറയേണ്ടത് ആർക്ക് തന്നെ? അള്ളാഹുവിന് തന്നെ. ശാസ്ത്രം, ഇസ്ലാമിൻ്റെ കയ്യിൽ നിന്ന് ശാസ്ത്രം നഷ്ടപ്പെട്ടപ്പോൾ യൂറോപ്യന്മാർ അതിനെ ദൈവത്തിൽ നിന്ന് അടർത്തി മാറ്റി. ഇപ്പോൾ ദൈവം അന്യമാണ് ശാസ്ത്രത്തിന്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഇസ്ലാമിൻ്റെ ശാസ്ത്രം കൃത്യമാണ്. ഏത്? ആ ആയത്ത് വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യൻ ചലിക്കുന്നു, അതിന് ഭ്രമണപഥവുമുണ്ട്. പക്ഷേ അത് ചലിക്കുന്നതും അതിന് ഭ്രമണപഥം നിശ്ചയിച്ചതും അതല്ല. ദാലിക തഖ്ദീറുൽ, മഹാപ്രതാപിയും മഹാജ്ഞാനിയുമായ പടച്ചതമ്പുരാൻ കണക്കാക്കിയതാണ്. അള്ളാനെ മാറ്റിവെച്ചാൽ അത് പിന്നെ ജീവനില്ലാത്ത വസ്തുവാണ്. അതിന് ഈ ജീവനും ഇതൊക്കെ കൊടുത്തതാരാ? അതിന് കറങ്ങാനുള്ള കഴിവ് കൊടുത്തതാരാ? അല്ലാഹു. AD 15-ാം നൂറ്റാണ്ടിൽ ഫെർഡിനൻഡ് രാജാവും ഇസബല്ല രാജ്ഞിയും ഒന്ന് ചേർന്ന് മുസ്ലിമീങ്ങളെ സ്പെയിനിൽ നിന്ന് പുറത്താക്കി. അതോടുകൂടെ ശാസ്ത്രം മുസ്ലിമീങ്ങൾ നഷ്ടപ്പെട്ട് യൂറോപ്യന്മാർക്ക് സ്വന്തമായി. അവർ അതിലുള്ള ദൈവീകത മുഴുവനും വെട്ടിയങ്ങോട്ട് മാറ്റി. ഇന്ന് അവിടെ നിന്ന് മാത്സ് വരുന്നുണ്ട്, മാത്സിൽ ദൈവികതയില്ല. അവിടെ നിന്ന് ഫിസിക്സ് വരുന്നുണ്ട്, എന്തില്ല? പറ എന്തില്ല? ദൈവികതല്ല. കെമിസ്ട്രി വരുന്നുണ്ട്, ദൈവികതല്ല. എല്ലാം ഇതൊക്കെ ആര് പഠിപ്പിച്ചതാ? ഇപ്പൊ ഭൂമിക്ക് ഗുരുത്വാകർഷണ കേന്ദ്രമുണ്ട് എന്ന് ന്യൂട്ടൻ കണ്ടുപിടിച്ചതല്ല. ന്യൂട്ടന് 700 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അറബി കിതാബിൽ ഭൂമിക്ക് ഒരു ഗുരുത്വാകർഷണ കേന്ദ്രമുണ്ട് എന്ന് അറബികൾ കണ്ടെത്തിയ രേഖകൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? ഭൂമിക്ക് ഗുരുത്വാകർഷണ കേന്ദ്രം കണ്ടുപിടിച്ചത് ആരല്ല? ന്യൂട്ടനല്ല. ന്യൂട്ടൻ ജനിക്കുന്നതിൻ്റെ 700 വർഷം മുമ്പുള്ള അറബി കിതാബുകളിൽ ഭൂമിക്ക് ഗുരുത്വാകർഷണ കേന്ദ്രമുണ്ടെന്ന് അറബികൾ സംവിധാനിച്ചിട്ടുണ്ട്, അറബികൾ കണ്ടെത്തിയിട്ടുണ്ട്. സത്യത്തിൽ ന്യൂട്ടൻ അതിനെ ഭാഷാന്തരപ്പെടുത്തിയിട്ടേ ഉള്ളൂ. പക്ഷെ അത് ആരുടെ പേരിലായി? പറ, ആരുടെ പേരിലായി? ന്യൂട്ടന്റെ പേരിലായപ്പോൾ എന്തായി പ്രശ്നം? ന്യൂട്ടന് ദൈവികതല്ല. അറബികളുടെ കയ്യിലായിരുന്നുവെങ്കിൽ ഭൂമിയെയും പറയും പടച്ചോനെയും പറയും. കാരണം ഭൂമിയെ പറയുമ്പോൾ പടച്ചോനെ പറയാതിരിക്കാൻ കഴിയില്ല. ഭൂമിക്ക് തന്നെ പണി അള്ളാഹുവിനെ നമിക്കലാണ്. തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർളു. 7 ആകാശത്തിനും പണി തസ്ബീഹ് ചെല്ലലാണ്. വൽ അർളു, പറ, ഭൂമിയും.
വമൻ ഫീഹിന്ന വഇൻ മിൻ ശൈഇൻ ലാ യുസബ്ബിഹു ബിഹംദിഹി സുബ്ഹാനല്ലാഹ് എന്ന് പറയാത്ത ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിൽ ഇല്ല. ഒന്നുമില്ല. ഇവിടെ നിന്നാണ് അറബികൾ ശാസ്ത്രം തേടിപ്പോയത്. അപ്പോൾ അവർ ഏത് വസ്തുവിലും അള്ളാഹിൻ്റെ ഒരു മഹത്വം കണ്ടിട്ടുണ്ട്. കാരണം ആ വസ്തു എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിനെ വാഴ്ത്തുന്നുണ്ട്. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവയുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നേ ഉള്ളൂ. അവ അള്ളാഹിനെ നമിക്കുന്നുണ്ട്, അള്ളാഹിനെ വാഴ്ത്തുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചെടികൾക്ക് ജീവനുണ്ട് ചെടികൾക്ക് ചെടികൾക്കും ചില ബോധമുണ്ട് എന്ന് പ്രകൃതിശാസ്ത്രം സസ്യശാസ്ത്രം കണ്ടുപിടിക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ സ്വഹാബികൾക്ക് ഈ ബോധം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ. എല്ലാ മരങ്ങളും എല്ലാ വള്ളികളും എല്ലാം എന്തു ചെയ്യും? സുജൂദ് ചെയ്യും. മനസ്സിലായില്ല? എല്ലാ മരങ്ങളും സുജൂദ് ചെയ്യും. നിസ്കരിക്കാത്ത ഒരു മനുഷ്യനുണ്ട്, ഒരു മുസ്ലിം ഉണ്ടാവും. നിസ്കരിക്കാത്ത ഒരു 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 വസ്തു, ഒരു 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 ചെടി അവൻ്റെ തോട്ടത്തിൽ ഉണ്ടാവില്ല. റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ. പക്ഷേ 15-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിന്ന് മുസ്ലിമീങ്ങൾ കുടിയിറക്കപ്പെട്ടു. അവസാനത്തെ സ്പെയിനിലെ രാജാവ് നിന്നനായി ഭിക്ഷയാചിച്ച് മൊറോക്കോയിൽ വസിച്ച് അങ്ങനെ ഭിക്ഷയാചിച്ച് മരിച്ചു. മുസ്ലിമീങ്ങളെ പുറത്താക്കി സ്പെയിനിൽ നിന്ന്. അതോടുകൂടെ ശാസ്ത്രം മുഴുവനും ഇംഗ്ലീഷ് വൽക്കരിക്കപ്പെട്ടു. അതോടുകൂടെ അതിൻ്റെ ദൈവികത ശാസ്ത്രത്തിൽ നഷ്ടപ്പെട്ടു. അതാണ് ഇന്നത്തെ സാഹചര്യം. അന്ന് അവർ പറഞ്ഞു വെച്ച ശാസ്ത്രത്തിന്റെ ബാക്കിയാണ് ഇന്ന് യൂറോപ്യർ നമ്മുടെ മുന്നിൽ വിളമ്പുന്നത്. അതിൽ ദൈവികതയില്ല. എന്നാൽ അത് മുസ്ലിമീങ്ങളെ കയ്യിലായിരുന്ന കാലഘട്ടത്തിൽ തികച്ചും അതിൻ്റെ അടിസ്ഥാനം ഇലാഹി മനുഷ്യൻ നൽകിയ നിഅമത്താണ് എന്ന ബോധം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും അവർ അള്ളാഹുവിനെ നമിച്ചിരുന്നു. അതുകൊണ്ട് അവർ ഏറ്റവും നല്ല പടച്ചവനെ ബോധമുള്ള ആളുകളായിരുന്നു ശാസ്ത്രകാരന്മാർ. നിങ്ങൾ ചിന്തിക്കണം, അവർ മദ്യപാനികളായിരുന്നില്ല. ചരിത്രത്തിന്റെ പിതാവ് ബഹുമാനപ്പെട്ട ഇബ്നു ഖൽദൂൻ ആണ്. അദ്ദേഹം വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ് ഇബ്നു ഖൽദൂൻ റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അദ്ദേഹമാണ് ചരിത്രത്തിന്റെ പിതാവ്. അവിസന്നയാണ് മെഡിക്കൽ സയൻസിന്റെ പിതാവ്. നിങ്ങൾ ചിന്തിക്കണം, അവരൊന്നും മദ്യപാനികളായിരുന്നില്ല, അവർ വ്യഭിചാരികളായിരുന്നില്ല. അവർ അല്ലാഹുവിന്റെ പൊരുത്തത്തെ തേടിപ്പോയ ആളുകൾ മാത്രമായിരുന്നു. അതുകൊണ്ട് ഇലാഹിയായ ചിന്തകളല്ലാതെ ഒരു ശാസ്ത്രശാഖയിൽ നിന്നും മനുഷ്യർക്ക് ലഭിക്കുമായിരുന്നില്ല. ഇത് മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു. യൂറോപ്യന്മാർ 15-ാം നൂറ്റാണ്ടിൽ ഫെർഡിനൻഡ് രാജാവും ഇസബല്ല രാജ്ഞിയും AD 15-ാം നൂറ്റാണ്ടിൽ 10 ലക്ഷത്തോളം മുസ്ലിമീങ്ങളെങ്കിലും സ്പെയിനിൽ കൊന്നിട്ടുണ്ടാകും എന്നാണ് കണക്ക്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മുസ്ലിമീങ്ങളെ കയ്യിൽ നിന്ന് ഇല്ലാതെയായി. അത് 20-ാം നൂറ്റാണ്ടിൽ പൂർത്തിയായി. പിന്നീട് എന്തെങ്കിലും ബാക്കിയുണ്ടായിരുന്നത് തുർക്കിയുടെ കയ്യിലായിരുന്നു. തുർക്കിയെ 1-ാം ലോക മഹായുദ്ധത്തിൽ നശിപ്പിച്ചു. 50 ലക്ഷം മനുഷ്യരെ, 50 ലക്ഷം മുസ്ലിമീങ്ങളെ 1-ാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള ആളുകൾ തുർക്കിയിൽ കൊലപ്പെടുത്തി. 8 ലക്ഷം സോൾജേഴ്സിനെയും 42 ലക്ഷം സിവിലിയന്മാരെയും 50 ലക്ഷം മുസ്ലിമീങ്ങളെയാണ് 1-ാം ലോക മഹായുദ്ധത്തിൽ യൂറോപ്യന്മാർ കൊന്നിട്ടുള്ളത്. ഞാൻ വിശദീകരിക്കുന്നില്ല, അതൊക്കെ വലിയ ചരിത്രമാണ്. മുസ്ലിമീങ്ങളെ കയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു പോയി. മുസ്ലിമീങ്ങൾ ചരിത്രത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു. ചോദിക്കാനും പറയാനും ആളില്ലാതെയായി. രാജാക്കന്മാരിൽ പലരും പടിഞ്ഞാറിന്റെ പാദസേവകരായി. പടിഞ്ഞാറുകാർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടിടത്ത് ഒപ്പിടാനില്ല, അല്ലാതെ ഒരു അർഹതയുമില്ലാത്ത സുഖലോലുപന്മാരായ രാജാക്കന്മാർ മുസ്ലിം ലോകത്തെ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ മുസ്ലിമുകൾ ക്ഷയിച്ചു. ഇതൊക്കെ മുസ്ലിമീങ്ങളെ കയ്യിലായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അത് വല്ലാത്തൊരു നന്മയുടെ കാലഘട്ടമായിരുന്നു.
അവിടെ വിജ്ഞാനം ഉണ്ടായിരുന്നു, അവിടെ സമൃദ്ധി ഉണ്ടായിരുന്നു, അവിടെ പടച്ചോനെ പേടി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. മുസ്ലിമീങ്ങൾക്ക് ആരും ഒന്നും പഠിപ്പിക്കേണ്ടയില്ല. പരിശുദ്ധ ഖുർആൻ എല്ലാ വിജ്ഞാനത്തിന്റെയും കേന്ദ്രമാണ്. അതിൽ ശുദ്ധമായ ചരിത്രമുണ്ട്. ഖുർആൻ ഇല്ലെങ്കിൽ ശുദ്ധമായ ചരിത്രം ലഭിക്കുമായിരുന്നില്ല. ഇല്ല. പ്രവാചകന്മാരുടെ ചരിത്രം പോലും ശുദ്ധമായി ലഭിക്കുമായിരുന്നില്ല. ക്രിസ്ത്യാനികളുടെ മാതാവാണ് മഹാനായ സയ്യിദുന ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവാണ് മറിയം. മറിയമിനെ പറ്റി തൽമൂദ് പറയുന്നത് മറിയം ഇസ്രായേലിലെ വേശ്യയായിരുന്നു എന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. തെൽമൂദ് എന്തെന്നാൽ അസീറിയക്കാർ BC 9-ാം നൂറ്റാണ്ടിൽ ജൂതന്മാരെ ബാബിലോണിയയിലേക്ക് ആട്ടിയോടിച്ചു. അപ്പോൾ അവർക്ക് വേദഗ്രന്ഥവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതിയ ഒരു പുസ്തകമാണ് തെൽമൂദ്. ഇപ്പോൾ ജൂതന്മാർ തൗറാത്ത് ഉപയോഗിക്കുന്നില്ല, പകരം അവർ ഉപയോഗിക്കുന്ന വേദഗ്രന്ഥമാണ് എന്ത്? തെൽമൂദ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലാവുന്നില്ലേ? നിന്നിട്ടുന്നില്ല. ചുരുക്കം ജൂതന്മാരെ അസീറിയക്കാർ BC 9-ാം നൂറ്റാണ്ടിൽ ജെറൂസലേമിൽ നിന്ന് ബാബിലോണിയയിലേക്ക് ആട്ടിയോടിച്ചു. ആ കാലഘട്ടത്തിൽ അവർക്ക് ഗ്രന്ഥമൊക്കെ കൈമോശം വന്നു. അപ്പോൾ അവർ ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതിയതാണ് എന്ത്? തെൽമൂദ്. ആ തെൽമൂദിൽ നിങ്ങൾ ചിന്തിക്കണം, കാലാന്തരത്തിൽ അതിലേക്ക് പലതും കൂട്ടിച്ചേർത്തു. ഓരോ കാലത്തും വേണ്ടതും വേണ്ടാത്തതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇന്നത്തെ തെൽമൂദിലുണ്ട് മറിയം ഇസ്രായേലിലെ വേശ്യയിരുന്നു. അതേ സമയത്ത് പഴയ നിയമത്തിൽ തിരിച്ചുകൊണ്ട് മൂസ ശുഐബിന്റെ വീട്ടിൽ താമസിച്ച ഒരു കഥയുണ്ട്. മനസ്സിലായില്ല? ശുഐബ് നബിയുടെ നാട്ടിലേക്ക് നാട് വിട്ടു മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം 30-ാമത്തെ വയസ്സിൽ ഒരു കോപ്റ്റിക്കിനെ, ഒരു ഖിബ്തിയെ കൊന്ന കാരണത്താൽ മിസ്റിൽ നിന്ന് മദിയനിലേക്ക് നാട് വിട്ടു മഹാനായ സയ്യിദുനാ മൂസ. ഖുർആൻ പറയുന്നത് ശുഐബ് നബിയുടെ വീട്ടിൽ താമസിച്ചു. ശുഐബ് നബി 1-ാം ദിവസം തന്നെ തൻ്റെ മകളായ സഫൂറയെ കല്യാണം കഴിച്ചു കൊടുത്തു. ആർക്ക്? മൂസാ നബിക്ക്. എന്നാൽ പഴയ നിയമത്തിലുള്ളത് നേരെ അപ്പുറത്താ. പഴയ നിയമം പറയുന്നത് മൂസ യെറുവേൽ എന്ന ഒരാളുടെ വീട്ടിലാണ് താമസിച്ചത്. ഷുഹൈബിൻ്റെ വീട്ടിലല്ല, യെറുവേൽ എന്നൊരാളുടെ വീട്ടിൽ താമസിച്ചു. യെറുവേലിൻ്റെ മൂത്ത മകളുമായി അവിഹിത ബന്ധത്തിൽ യെറുവേലിൻ്റെ മൂത്ത മകൾ ഗർഭം ധരിച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ യെറുവേൽ ഇയാളെ ജയിലിലടക്കുകയും പിന്നീട് ആ ഗർഭിണിയായി പ്രസവിച്ച മകളെ ഇയാൾക്ക് കൂടെ കൂട്ടി കൊടുക്കുകയും ചെയ്തു. ആ പെണ്ണിനെയും കൊണ്ടാണ് മിസ്രായിലേക്ക് മടങ്ങിയത് മൂസ. അപ്പോൾ പഴയ നിയമത്തിൻ്റെ വാദപ്രകാരം വ്യഭിചാരിയാണ്. വ്യഭിചാരത്തിൽ കുട്ടിയുണ്ടാക്കിയ ആളാണ് ആര്? സയ്യിദുനാ മൂസ. ഇസ്ലാമിന്റെ വീക്ഷണത്തിലോ അമ്പിയാക്കളെല്ലാം മാസൂമികളാണ്. മറിയം ബീവിയോ നബി അല്ലെങ്കിലും വമാ മറിയം ഇബ്നത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജാ വനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. പട്ടാളം കോട്ടയെ സംരക്ഷിക്കുന്നത് പോലെയാണ് അഹ്സനത്തുൽ ഫർജാ. മറിയമിന്റെ ശരീരത്തിലെ ഗോപ്യാവയവത്തെ പോലും ഖുർആൻ ശുദ്ധീകരിച്ചാണ്, എത്ര മഹത്വപ്പെടുത്തിയാണ് സംസാരിച്ചത് എന്ന് നോക്കുക. ഒരു മനുഷ്യ ശരീരത്തിൽ നജസുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യന്റെ ലൈംഗികാവയവം. മറിയമിന്റെ ലൈംഗികാവയവത്തെ പോലും ഖുർആൻ മഹത്വപ്പെടുത്തി പറഞ്ഞു. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ മാതാവായ മറിയം ലോകത്ത് വിശുദ്ധയായി കാണിച്ചു കൊടുത്തത് ഖുർആനാണ്. ഖുർആൻ ഇല്ലെങ്കിൽ അവർ ചരിത്രത്തിൽ വേശ്യയായിരിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കട്ടെ. മറിയം നല്ല പെണ്ണാണെന്ന് മാത്രമല്ല, എന്താ പറഞ്ഞത്?
ആ പെണ്ണിന്റെ അവയവത്തെ പോലും മഹത്വപ്പെടുത്തി. മറിയം ബിനത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ വനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. നഫഖ്നാ ഫീഹി മിൻ റൂഹിനാ, മറിയമിലോടി എന്നല്ല, ഗോപ്യാവയവത്തിൽ നിന്നാണ്. മറിയമിൽ എന്നാണെങ്കിൽ ഫിഹ എന്നാ പറയേണ്ടത്, ഫീഹി എന്നാ പറഞ്ഞത്. അപ്പോൾ ആ അവയവത്തിൽ പോലും ദൈവികമായ ഒരു പ്രത്യേകമായ ആത്മാവിനെ സന്നിവേശിപ്പിക്കാൻ വേണ്ടി ആ ഗോപ്യാവയവത്തെ പടച്ച തമ്പുരാനെ തെരഞ്ഞെടുത്ത് അതിൽ തന്നെ അത് നിക്ഷേപിച്ചു എന്നാ പറഞ്ഞത്. വനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ. മാനായ സയ്യിദുനാ ജിബ്രീൽ ഇന്നമാ അന റസൂലു റബ്ബികി ലിഅഹബ ലകി ഗുലാമൻ സക്കിയ. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. മറിയം ഒരിക്കലും വേശ്യയല്ല. മറിയം ഒരു സുലഗതിക്കാരി പെണ്ണായിരുന്നു. മറിയം വലിയ പണ്ഡിതയുമായിരുന്നു. മറിയം സാധാരണക്കാരിയല്ല. കുതുബ് എന്നാൽ അന്ന് ഇറങ്ങിയ കിതാബുകൾ 2, തൗറാത്തും ഇഞ്ചീലും മനപ്പാടുണ്ടായിരുന്നു. ആർക്ക്? മറിയത്തിന്. കെലിമാത്തി റബ്ബി, ഏതാ കെലിമാത്ത്? 100 ഏട്. ആദം നബി കൊടുത്തതും ഷീദ് നബി കൊടുത്തും ഇദ്രീസ് നബി കൊടുത്തും ഇബ്രാഹിം നബിക്കും കൊടുത്ത 100 ഏടുകളും മനപ്പാടുണ്ടായിരുന്നു. പിന്നെ 2 കിതാബ് മനപ്പാടുണ്ടായിരുന്നു. ആർക്ക്? അപ്പൊ മറിയം സാധാരണ പെണ്ണേ അല്ല, വലിയ പണ്ഡിത. ഇങ്ങനത്തെ ഒരു പെണ്ണിനെ ബൈബിൾ പോലും അവതരിപ്പിക്കണില്ല. പക്ഷെ ലോകത്തിന് എങ്ങനെയൊക്കെ ഇസ്ലാം ചെയ്തു കൊടുത്തിട്ടും ഇസ്ലാമിന്റെ മേക്കെട്ട് കയറാനാണ് താല്പര്യം. നേരെ മറിച്ച് ഇത്തരം ഗ്രന്ഥങ്ങളിലൊന്നും ഇന്ന് മുഹമ്മദ് നബിയുടെ ശുദ്ധഗതി നിലനിൽക്കുന്നില്ല. ഉണ്ടായിരുന്നു, അതെല്ലാം കാലാന്തരത്തിൽ ഹസദമിൻ ഇൻദി അൻഫുസിഹിം, ചില അസൂയ കാരണം പിൽക്കാലഘട്ടത്തിലെ ചില ആളുകൾ അത് വെട്ടിമാറ്റി ആ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്. തെൽമൂദിലില്ല. എന്തുകൊണ്ട്? തെൽമൂദ് മനുഷ്യനിർമ്മിതമാണ്. തോറ ഇന്നവർ ഉപയോഗിക്കുന്നില്ല. തോറ എന്ന തൗറാത്ത് മനസ്സിലാവുന്നില്ലേ പറഞ്ഞത്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മോമിനിങ്ങളെ, ലോകത്തിന് ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. അത് യാതൊരു സംശയവും വേണ്ട. അതാണ് ലോകത്തെ കൾച്ചർ പഠിപ്പിച്ചത്, അതാണ് ലോകത്തെ സയൻസ് പഠിപ്പിച്ചത്. അതെല്ലാം എല്ലാം 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 വിജ്ഞാനം പോലെ ഒന്നുമില്ല ഇസ്ലാമിൽ. രക്തസാക്ഷിയുടെ രക്തത്തിന്റെ അളവനുസരിച്ചായിരിക്കും, രക്തസാക്ഷിയുടെ രക്തത്തിന്റെ വിലയും ശറഫും അനുസരിച്ചായിരിക്കും പണ്ഡിതന്റെ പേനയുടെ മഷിത്തുള്ളിക്ക് വില കെട്ടപ്പെടുക എന്ന് മുഹമ്മദ് മുസ്തഫ. പഠിക്കുന്നവന്റെ പേനയിൽ നിന്ന് വീഴുന്ന മഷിയുടെ വില രക്തസാക്ഷിയുടെ ശരീരത്തിൽ നിന്ന് സത്യത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തിയ രക്തസാക്ഷിയുടെ രക്തത്തിന്റെ വില പോലെയായിരിക്കും. എന്തിന്റെ വില? പറ. പണ്ഡിതന്റെ മഷിത്തുള്ളിയുടെ വില എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുക. തലബുൽ ഇൽമി ഒരു മണിക്കൂർ അറിവ് പഠിക്കുന്നത് ഒരു രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലിയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു മണിക്കൂർ അറിവ് പഠിക്കുന്നത് ഒരു രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലിയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ മുത്ത് മുഹമ്മദ് മുസ്തഫ. അറിവിന് ഇസ്ലാം നൽകിയ പ്രാധാന്യമാണത്. ഭയങ്കരല്ലേ അത്? എന്താ പറയേണ്ടത്? എന്താണ്? വിജ്ഞാനം പഠിച്ചിട്ടില്ല, വിജ്ഞാനം പഠിക്കാൻ ഉദ്യമിക്കുന്ന ഒരു കുഞ്ഞു മോന് മരിച്ചു പോയാൽ ആ വിദ്യാർത്ഥിയും നബിമാരും തമ്മിൽ ഒരു ദറജയല്ലാതെ വ്യത്യാസമില്ല. ഒരു വിജ്ഞാനം പഠിക്കാൻ പോയ ഒരു മുതഅല്ലിം, ആ മുതഅല്ലിം മരിച്ചാൽ നബിമാരുടെ തൊട്ടടുത്ത സ്ഥാനമാണ്. അതായത് ഈ കുട്ടി ആരല്ല, നബിയല്ല, ബാക്കിയെല്ലാമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ.
ഒരു കുഞ്ഞുമോൻ ഒരു വിജ്ഞാനം പഠിക്കുന്ന മദ്രസയിലേക്ക് പുസ്തകം കൊണ്ട് പഠിക്കാൻ പോകുന്ന ഒരു കുഞ്ഞുമോൻ ഇതാ മർറ ബി ഖബറിൻ, ഒരു ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോയാൽ ഇതാ കാന യുഅദ്ദബു, ആ ഖബറിലുള്ള ആൾക്ക് അദാബുണ്ടെങ്കിൽ യുഖഫഫു, ഈ കുട്ടി അതിൽ നടന്നു പോയ കാരണത്താൽ ആ അദാബിനെ ലഘൂകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് ഈ കുട്ടി അതിൽ പോയത് എന്തിനാണ്? അറിവ് പഠിക്കാനാ. അറിവിനേക്കാൾ പ്രധാനമായ ഒന്നുമില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹം എന്തുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അത് മറ്റൊരു പ്രഭാഷണമാണ്. അത് ഇപ്പോൾ പറഞ്ഞാൽ തീരുമില്ല. അതിനൊരു കാരണം സുഖങ്ങളും സൗകര്യങ്ങളുമാണ്. അപ്പം ക്ഷയിച്ചുപോയി, ഒക്കെ ക്ഷയിച്ചുപോയി. ഇന്നിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാസ്പോർട്ടും മുസഹഫും കൂടെ നോക്കിയാൽ ഉപകാരം കൂടുതൽ പാസ്പോർട്ട് കൊണ്ടാണ്. കാരണം നമ്മൾ വീടെന്നാക്കിയതും നമ്മൾ ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതും പാസ്പോർട്ട് കൊണ്ടാണ്. ഖുർആനോട് നമുക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടിയതായി ഓർമ്മയില്ല. ചിന്തിക്ക്, നമ്മൾ എല്ലാ നിലയിലും അതിൻ്റെയൊക്കെ എതിരാ. പിന്നെ സുഖലോലുപത, സുഖം, സൗകര്യം. സത്യത്തിൽ മുസ്ലിം ഞാൻ അവസാനിപ്പിക്കുന്നു. മുസ്ലിം രാജ്യങ്ങൾ ഇന്ന് കാണുന്ന സാമ്പത്തിക മാന്ദ്യം തന്നെ ഒരു പക്ഷേ സമുദായം സടകുടഞ്ഞഴിക്കാനുള്ള ഒരു കാരണമായേക്കാം എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ചിലപ്പോൾ നമുക്കത് വലിയ നഷ്ടമായി തോന്നിയേക്കാം. പക്ഷേ ഇപ്പോൾ നഷ്ടമാണെങ്കിലും നാളത് ലാഭമാവാൻ സാധ്യതയുമുണ്ട്. സുഖലോലുപമാതിൽ കഴിഞ്ഞ ഒരു ജനതക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വലിയ ധനാഢ്യൻ്റെ മകനായിരുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു, ഒക്കെ പോയി. പിന്നെ ബോധരഹിതനായി പട്ടിണി കിടന്ന് വീഴേണ്ടി വന്നു. അദ്ദേഹമാണ് കുറഞ്ഞ കൊല്ലം കൊണ്ട് മഹാവിജ്ഞാനം ലോകത്തിൽ നൽകിയ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഒക്കെ അങ്ങനെയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യന് സുഖലോലുപത വർദ്ധിച്ചു. ഈ സുഖലോലുപതയിൽ നിന്നിലൂടെ നമ്മളിങ്ങനെ ആറാടി പോകുമ്പോൾ നമുക്ക് യഥാർത്ഥത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. വിജ്ഞാനത്തിൻ്റെ ലക്ഷ്യവും നശിച്ചു. വിജ്ഞാനം ഇന്ന് എന്തായെന്നറിയോ? ലാഭവുമായി ബന്ധപ്പെട്ടതാണ്. കൂടുതൽ സ്കോപ്പുള്ളതാണ് പഠിക്കുക. മനുഷ്യനാകാൻ പഠിക്കൂല, സ്കോപ്പുള്ളത് പഠിക്കും. അതിൽ നിന്ന് അതിൻ്റെ മനുഷ്യത്വത്തിൻ്റെ അളവ് ആരും ശ്രദ്ധിക്കൂല. വിജ്ഞാനം മനുഷ്യനെ മനുഷ്യനാക്കാൻ വേണ്ടിയാണ്. ഖുർആനും ഇസ്ലാമും ലോകത്ത് മനുഷ്യനാക്കിയ ചരിത്രമാണ് ലോകത്തെവിടെയുള്ളത്. മനുഷ്യനെ അടിമയാക്കിയ കാലഘട്ടത്തിലാണ് പരിശുദ്ധ ഇസ്ലാം വന്നിട്ടുള്ളത്. റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരോട് പറഞ്ഞില്ലേ, എന്തിനാ നിങ്ങൾ വന്നതെന്ന് വെച്ചപ്പോൾ റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ലിനുഖ്രിജന്നാസ് മിൻ ലീഖിദ് ദുനിയാ ഇലാ സഅത്തിൽ ഇസ്ലാം. ഭൗതികതയുടെ കുടിസിൽ നിന്ന് ഇസ്ലാമിൻ്റെ വിശാലതയിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് മഹാനായ റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ